ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്കും തന്നു, ഫുൾ ബ്ലാക്ക് അല്ല, മറ്റേ അബദ്ധത്തിലെടുത്തിട്ടാണ്. പക്ഷെ നമ്മളെല്ലാം കൂടുതലും ബ്ലാക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് ചുമ്മാ പോവാം. പക്ഷെ ഇത് എവിടെയാണ് പോകുന്നത്? ഉമ്മൽക്കൈനാണോ പോകുന്നത്, റാസൽക്കൈമാണോ പോകുന്നത്? മറ്റേ സ്ഥലത്തിന് പേരെന്താ? ഷാർജ അല്ല അതിലേട്ടോ നമ്മൾ പോയി നോക്കാം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിശേഷമൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് പോവാം. നമ്മുടെ കുട്ടപ്പനോടെ കിടക്കണം കേട്ടോ. പക്ഷെ ഭയങ്കര ചൂടാണ്. ഇത്രയും നേരം വണ്ടി ഇന്നത്തെ കിടന്നിട്ട് ചൂട് കാരണം അശ്വനോട് കുട്ടപ്പനെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെതിരായിട്ടും നമ്മൾ ഓർക്കുന്നു, ഇവിടെ മാൻഗ്രൂവ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡുണ്ട് ഷാർജയുടെ സൈഡിലായിട്ട്. ഇവിടെ നിന്ന് അപ്പോൾ നമ്മളിവിടെ നിന്നും ഏകദേശം 1 മണിക്കൂർ. അപ്പോൾ ചുമ്മാ അവിടെ പോകാൻ നോക്കുന്നു. അവിടെ കുറേ മരങ്ങളും പിന്നെന്താ അങ്ങനെ കുറച്ച് സെറ്റപ്പായിട്ടാണ് നമ്മൾ ഗൂഗിളിൽ കണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. നല്ല രസമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേനും ചൂട് കുറയും. ഇപ്പം ചൂടുണ്ട്, പക്ഷെ വലിയ ചൂട് അത്ര ഇല്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എന്ത് ഐസ്ക്രീമുള്ള? എനിക്ക് വേണ്ടാത്തപ്പോൾ അവന് വേണം. എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നില്ല, പക്ഷെ ഈ വേട്ടാവളീന് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നാത്തപ്പം പുള്ളിക്ക് തോന്നുന്നു മാത്രമാണ്. പക്ഷെ അവിടെ എന്താ ഉള്ളേ? വെറൈറ്റി എന്തെങ്കിലും ഉണ്ട്? എനിക്ക് മനഃപൂർവ്വം പച്ചക്കറി കടയിൽ പോയിട്ട് അപ്പുറത്ത് കുറേ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിന്റെ കുറേ വെറൈറ്റി കടയാണ്. പക്ഷെ അവിടെ ഒന്നും നിർത്തൂല. ഇവിടെ വന്നിട്ട് ഐസ്ക്രീം 1 2 ഉള്ളവർക്ക് ഞാനും വരട്ടെ. ചിലപ്പോ കണ്ടാ തോന്നുന്നു, ഇഷ്ടപ്പെട്ടാലോ നമുക്ക് പോയി നോക്കാം. ഏത് രസമുള്ള വെറൈറ്റി ഒന്നും ഇല്ലല്ലോ. ഇത് എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു പുളി ഇല്ലേ മാംഗോ റസ്ബെറി? മറ്റേ ഏതാ? കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സോ? ഞാൻ വേറെ എടുത്തോളാം. ഇതേതാ? ഇത് സ്ട്രോബെറി പിസ്താഷ്യോ. ഏതാ വേണ്ടേ? ഇത് മതി. ഇത് പിസ്താഷ്യോ വലിയ ഇഷ്ടമല്ല. അപ്പം നീ ഇതെടുക്കുന്നത്? എനിക്കാണോ ഓൾറെഡി എടുത്തു? ബാക്കി പുള്ളി ഏതെടുക്കുന്നത്? പുള്ളി പറഞ്ഞ അതെന്താ? അത് പാഷൻ ഫ്രൂട്ട് വിത്ത് സ്ട്രോബെറി. ഈശ്വര, എൻ്റെ മാത്രമേ നല്ലതാവുക. വേറെ ഇല്ല കുഞ്ഞു, ഇത് തന്നെ എടുക്ക്. സ്വഭാവം നോക്കണം. എന്നെ ഏത് ഒരെണ്ണം തന്നെ ഒതുക്കി. പുള്ളി വെറൈറ്റി തപ്പി പോവുക. ഭാഗ്യത്തിനോട് വെറൈറ്റി ഒന്നുമില്ല. ചമ്മിപ്പോയി. നേരായി പോണ്ടേ, അവിടുത്തെ കട അടയ്ക്കും. എന്താ ക്രാൻബെറിയാ? മാംഗോ തന്നെ. മാംഗോ ചെയ്യുന്നു. നല്ലതാ. ഇത് നമ്മളന്ന് ഒരു ദിവസം അവിടുത്തെ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചാ നല്ലതായിരുന്നു. പുളിയൊക്കെ ആയിട്ട് ഇത് നമ്മൾ ഓൾറെഡി ഒരു ദിവസം അന്ന് കഴിച്ചാട്ടോ. അടിപൊളിയാണ്. എടുക്ക്, പോകണ്ടേ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താ അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞു കുഞ്ഞു, ഇത്രേ ഉള്ളൂ ഈ കടയിൽ. അപ്പുറത്തെ കടയിലൊക്കെ പോകേണ്ട വരും. അപ്പം ഇതെടുക്കുക. ഞാൻ എന്താ കിഡ്സ് പിങ്കി വിനിയോ ഐസ്ക്രീം മാറിയിട്ടോ. ഇതെടുത്തു. പക്ഷെ ഇത് വലിയ രസമുണ്ടോ എനിക്കറിയത്തില്ല. നമ്മളങ്ങനെ കുറച്ച് 2 ഐസ്ക്രീമൊക്കെ മേടിച്ചു കേട്ടോ. അറിയില്ല, നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പോൾ അതിഭീകരമായ ഒരു ഗുഹയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ അവിടെ നിന്ന് ഓൾറെഡി കാണാൻ വെട്ടമടിക്കുന്നുണ്ട്. ആരേതത്? നിന്റെ ബുദ്ധി റോക്കറ്റ് പോലെയാണ്. പക്ഷേ നല്ല സ്ഥലം. ഇപ്പൊ കണ്ടോളെ. പൊട്ടനാ? അപ്പൊ ഞാൻ പൊട്ടനാ? ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ട് എന്നോട് പറയാൻ പൊളിച്ചു തരാൻ. 2.9 kilometers.
At the roundabout, take വെക്കാൻ the second പറ്റുന്നില്ല exit guys. on E99, Sheikh Zayed bin Sultan ഇതിന്റെ Road. മറ്റേ ഇതിന്റെ പോലത്തെ മറ്റേ എന്താ ഇതിന്റെ മാഗ്നറ്റ് പുറകിൽ ഒട്ടിക്കണം. പിന്നെ മാഗ്നറ്റ് അല്ലാണ്ട് എൻ്റെ ഒട്ടില്ല. അപ്പോൾ അതിന് മാഗ്നറ്റ് ഒട്ടിച്ചാൽ ഇങ്ങനെ വണ്ടിയിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഐസ്ക്രീം കഴിക്കാം. പക്ഷേ ഇത് വെച്ചുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ആ ഗ്ലാസ്സിന് ഇതിൻ്റെ കവറില്ലേ ഇതുണ്ടോ, ഈ സാധനം നല്ല കട്ടിയുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സിന് മേടിക്കുന്നേക്കാളും നല്ല കട്ടിയിൽ സാധനം. ഇവിടുത്തെ രണ്ട് മല ഒരു മല ഇടിച്ചെടുത്ത് ചെന്നാൽ കൂടെ റോഡ് പണിതായിട്ടുണ്ട്. റോഡ് നല്ല റിസോർട്ട് റോഡിൻ്റെ ഇത് കാണാൻ ദൂരെ നോക്കുമ്പോൾ നമ്മൾ രണ്ട് മലയുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നോണ്ടിരിക്കും. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കുർഫക്കാൻ സിറ്റിയും എല്ലാം കാണാം. അവിടുത്തെ മറ്റേ എന്താ ഹാർബറോ പോർട്ട് കുർഫക്കാൻ പോർട്ട് ഇതുണ്ടോ, എത്രത്തോളം കാണാൻ പറ്റും കണ്ട പോർട്ട്. ചുമ്മാ മല പോലെ കിടന്നിട്ടാണ് അവർ ആ സ്ഥലത്തൂടെ മൊത്തം പല പല ചെടികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ പൈപ്പൊക്കെ കൊടുത്തിട്ട് കൊണ്ടൊരു മല മൊത്തം പോലെ ഇത് സാധാ ചെടികളാണ്. ചെറിയ പൂവൊക്കെ ഉള്ള പോലത്തെ കുറേ ചെടി നമ്മളുണ്ട്. അത് കടലാസ് റോസ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. അതൊക്കെ പയ്യെ പയ്യെ ഓരോ സൈഡിലേക്ക് അടുത്ത മല ഫുള്ളാക്കാനായിട്ടുള്ള അവരുടെ പരിപാടിയാണ്. ചെറിയ ചെടികളെല്ലാം വെച്ചിട്ട് മല ഫുള്ള് ഗ്രീനായിട്ട് നമ്മുടെ ഈ വാഗമണിലൊക്കെ കാണുന്ന മുട്ടക്കുന്ന് പോലെ ആക്കാനുള്ള പരിപാടിയുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മൾ ആ ട്രിപ്പില്ല. ഇനി സമയം 3 മണിക്കൂറോടുണ്ടെന്നാണ് പറയുന്നത്. ഇതായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി. ഷാർജ യൂണിവേഴ്സിറ്റി. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്, സെപ്പറേറ്റ് ആണ് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോളേജ് ഓഫ് മാരിടൈം ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നോളജി ഇത് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്. അതിൻ്റെ ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കോളേജ്, ഷാർജ മാരിടൈം അക്കാദമി. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് വന്നില്ലേ അന്ന്. ഫ്ലാഗ് സ്ക്വയർ ഒക്കെ ഉണ്ട് അവിടെ കാണിച്ചത്. ഫ്ലാഗ് സ്ക്വയർ. പിന്നെ അപ്പുറത്തെ ഇതിന്റെ പേരെന്തായിരുന്നു, എന്ത് ടെമ്പിൾ അത്? ടെമ്പിളോ ടെമ്പിളോടെ ഒരു അതെ, അതിന്റെ ഉള്ളിൽ നിന്ന് പുക പോകുന്നുണ്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയി ഈ റൗണ്ട് അബൌട്ട്. പോലെ പൂക്കളുണ്ട് ഫുള്ള്. വൈകുന്നേരം ആകുമ്പോൾ ഈ ഫൗണ്ടൈനിൽ നിന്ന് വെള്ളത്തിന്റെ ഭയങ്കര രസത്തിൽ ഇങ്ങനെ ചാടും. അവന് ഈ ഒരു ഫുള്ള് ഭയങ്കര ഒരു നല്ല രസമുള്ള ഒരു കേട്ടോ. അങ്ങനെ മല മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചുറ്റോട് ചുറ്റും കോളേജും പിന്നെ ഫൗണ്ടെയിനും പിന്നെ ഫ്ലാഗ് സ്ക്വയറും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര റിച്ച് സെറ്റപ്പ് ഫീൽ ചെയ്യുന്ന സ്ഥലം. കാശ് നമ്മൾ അംബ്രല്ല ബീച്ചിൽ എത്തി കേട്ടോ. നമ്മളെ പോലും അറിയാണ്ട് നമ്മൾ അംബ്രല്ല ബീച്ചിന് ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു പോകുന്നത്. ഇല്ലായിരുന്നു. നമ്മൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു അംബ്രല്ല. മറ്റേ ഡ്രോൺ വെച്ചിട്ടുള്ളതോ എന്തൊക്കെയോ. എയർ ഷോയുടെ അംബ്രല്ല ബീച്ചിലോ. പിന്നെ എന്താ വെടിക്കെട്ടിന്റെയോ. അതെ ഇവിടെ ഉണ്ടോ കോസ്മോമെഡ്. മെയിൻ ഹോസ്പിറ്റൽ ഇവിടെയാ. പിന്നെ ഇവിടെയല്ല മറ്റേ അൽഷാർക്കിന്റെ എവിടെയായിരുന്നു? നമ്മൾ അന്ന് ഇങ്ങോട്ട് കയറാന്നതിന്റെ ഓപ്പോസിറ്റ് എങ്ങാണ്ടല്ല അൽഷാർക്ക്. കുറെ ഉണ്ട് കേട്ടോ. വൈറ്റ് മെഡിക്കൽ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെളുക്കും എവിടെയെങ്കിലും കാറിലൊക്കെ വെളുപ്പിക്കാം. അതെ, കോസ്മോമെറ്റിന്റെ വലിയ ഹോസ്പിറ്റൽ ഇവിടെ കേട്ടോ. സർജറിയുടെ ഒക്കെ ഫോർ 1 day സർജറി. അപ്പം നമ്മൾ ഫുജീറ എത്തി കേട്ടോ. മെയിൻ ഫുജീറയിൽ നമ്മളെത്തി. എത്ര ദൂരം ഉണ്ട് ഇവിടുന്നോ? സമയം 20 മിനിറ്റ്. 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ 20 മിനിറ്റ് ഉണ്ടല്ലോ. ചെറിയ ഇതുണ്ട്, തിരക്കുണ്ട്. അവിടെ നിറച്ച് പ്രാവിന്റെ കൂട്ടം. പ്രാക്കൂട്ടം. ആൾക്കാർ വിൽക്കുന്നുണ്ട് അവിടെ. വിൽക്കുന്നുണ്ട്.
പൊരി വിൽക്കണത് പൊരി ആ പ്രാവിന്. അപ്പൊ ആൾക്കാർ പൈസ കൊടുത്താൽ മേടിച്ചിട്ട് ഇട്ട് കൊടുക്കും. പ്രാവിന് കൊടുക്കും. എന്താ പ്രാവിനെ തിന്നാൻ കിട്ടുന്നുണ്ട്. At the roundabout, take the second exit on E99, Algerfa Street. ഇതേതാ? ഇതെന്താ? ഇത് ബീച്ച് റിസോർട്ട് പാലസോ? ഇത് ഫുജിറ പാലസ് റിസോർട്ട്. ഇത് അഡ്രസ് അല്ലേ? അഡ്രസ്സാ നോക്കട്ടെ. അഡ്രസ്സിന്റെ ഫുജിറ പാലസ്. ഫുജിറ പാലസ് റിസോർട്ട്. യെസ്. ഓക്കെ. നമുക്ക് അഡ്രസ് കണ്ടിട്ട് കുറേ പ്രാവ്. ഇതാണ് ഫുജിറയിലെ പ്രാക്കൂട്ടം. Exit on E99, Rugelat Road. ഇവിടെയല്ല, ഇതിന്റെ ഇവിടെ എല്ലാം കണ്ടില്ല നമ്മളന്ന് തിരുമിക്കാൻ വന്നേ. ഇവിടെ എവിടെയോ ഒരു ചായക്കടയുടെ മുകളിലൊരു കടയാണ് ആയുർവേദത്തിന്റെ. അപ്പൊ നമ്മൾ അങ്ങേ സൈഡിൽ Speed bumps ahead. ഈ സൈഡിൽ നിന്നാണ്. രാത്രി ആയതുകൊണ്ട് ഓർക്കുന്നില്ല കേട്ടോ ഗൈസ്. ഇവിടെയാണ് ഡബിൾ ട്രീ. യെസ്. പിന്നെ മറ്റേ പള്ളിയൊക്കെ അങ്ങേ സൈഡിൽ, വലിയ പള്ളി, വലിയ മോസ്ക്. അതല്ലേ ഷാർജാമോ? അല്ല, ഷാർജ മോസ്ക്. ഫുജിറ വന്നിട്ട് എടാ ഇത് ഈ തൊട്ട് മുട്ടി ഇങ്ങനെ കിടക്കുന്നോണ്ട് ഷാർജ ഏതാ ഫുജേറ ഏതാ എനിക്ക് അറിഞ്ഞൂടാ. ഇച്ചിരി ദൂരം അപ്പുറത്തേക്ക് പോകുമ്പോൾ പറയും അത് ഷാർജ എന്ന് പറയും. കുറച്ച് ദൂരം റൈറ്റിലേക്ക് പോകുമ്പോൾ പറയും അത് ഉമൽക്കോയിനാന്ന് പറയും. പിന്നെ തൊട്ടപ്പുറത്ത് കഴിയുമ്പോൾ പറയും ഖുർഫഖാൻ എത്തിയെന്ന് പറയും. ഇത് ഏത് സ്ഥലത്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്താറാവുന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദൂരം ഇവിടെ ഉണ്ട്. Red light camera ahead. ഇവിടെ ഉണ്ടല്ലോ എന്തോ കാളയുടെ എന്തോ എക്സിബിഷനോ? കാളയുടെ എക്സിബിഷൻ. കാളയുടെ കുടുംബസംഗമം. നീ പോകുന്നില്ല? അപ്പം കാള മാത്രമേ ഉള്ളല്ലോ, പശു ഒന്നും ഇല്ലല്ലോ. കുറെ കാളയുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ആ സൈഡിൽ കണ്ടു. പക്ഷെ എന്താ കുറെ പേര് കൊണ്ടുപോകുന്ന കണ്ടല്ലോ. വേറെ ഒന്നും ബോർഡൊന്നും കണ്ടില്ല. ഇനി കുറെ കാളക്കൂട്ടന്മാരെ നമ്മൾ കണ്ടു. At the roundabout, take the second exit on E99, Rugelat Road. ബിൽഡിംഗ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. പഴയ കാല ഷാർജയിൽ നമ്മളെന്തോ ഇതുപോലെയല്ല എന്നോ ബിൽഡിങ്സ്. കാലം കയറി ചെല്ലുമ്പം സൈഡിൽ ഫുള്ള് അതേപോലെ തന്നെ നല്ല ഈ രാജഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്നു ബിൽഡിങ്സ് പോലെ. രസമുണ്ട് കാണാൻ. താഴെ എല്ലാം ഷോപ്പ്, മുകളിലേക്ക് താമസിക്കുന്നതായിരിക്കും തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളങ്ങനെ എത്തി കേട്ടോ. മാൻഗ്രൂവ്സ് ഐലൻഡ് അല്ല എന്താണ് മാൻഗ്രൂവ്. അതല്ലേ മാൻഗ്രൂവ്സ്. യെസ്, ബ്യൂട്ടിഫുൾ. റിയലി അമേസിങ് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഫസ്റ്റ്. അവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. You've arrived at your destination. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വെള്ളമൊക്കെ കണ്ടു. കുറേ എന്തൊക്കെയോ കാണുന്നുണ്ട്. മുസ്റ്റിൻ്റെ വണ്ടിയാണോ? നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. ഇവിടുന്ന് ആദ്യം കാണുന്ന രസമൊക്കെ ഉണ്ട്. കുറേ പക്ഷികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം പിന്നെന്താ അങ്ങനെ. ഞാനിത് ഇതുമായിട്ട് ഗൂഗിളിൽ ജസ്റ്റ് കണ്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. കണ്ടൽക്കാട്ടിൽ എന്തായിരിക്കും ഉള്ളത്? കണ്ടൽക്കാട്ടിൽ വെള്ളമുണ്ട്, മീനുണ്ട്, പക്ഷികളുണ്ട്. പിന്നെ അവിടെ 2-3 കൂടാരം പോലെ എന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോയി നോക്കാം. ഇവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന അത്രയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. അവിടെ ആയിട്ട് കുറേ പക്ഷികളൊക്കെ എന്തോ കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന്. ഇതാണ്ടോ മാൻഗ്രൂവ്സ് ഐലൻഡ്. നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇവിടുത്തെ ടിക്കറ്റ് എത്രയാണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എത്ര ടിക്കറ്റ് നോക്കിയായിരുന്നോ? ഇവിടെ 15 അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ. 6 മണിക്ക് എന്തായാലും ക്ലോസ് ചെയ്യും. അത് 6:30. ചൊവ്വാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ രാവിലെ 9 മണി തൊട്ട് 6:30 വരെ ഉണ്ട് കേട്ടോ. പിന്നെ 15 ദിർഹംസ് ഒരാൾക്ക് അഡൽറ്റിന് പ്ലസ് ടാക്സ് ഉണ്ട്. ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കാം. ഇതിപ്പോൾ വിസിറ്റർ സെൻറ്റർ. പിന്നെ റോക്കി ഷോർ ബേർഡ് ഹൈഡ്, പിന്നെ കിങ് ഫിഷർ കോസ്റ്റാൾസ് ബേർഡ്, പിന്നെ മാൻഗ്രൂവ്സ് ട്രയൽ, മാൻഗ്രൂവ്സ് ബേർഡ് ഹൈഡ് ഇതൊക്കെ പറഞ്ഞിട്ടൊരു ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബഗ്ഗിയിൽ കയറിയിട്ട്
നമ്മൾ അങ്ങോട്ട് പോവാം. ഹായ് പുഴ പുഴ പുഴ. രണ്ട് സൈഡിൽ നിന്ന് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ഇവിടെ ആമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആമയോ? അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ പറ്റും നമുക്ക് നടക്കാം അല്ലേ? തിരിച്ചു വരുമ്പോഴോ? സമയം പോയില്ല. ഞാൻ ബഗ്ഗിക്കും. എന്താ ഇതാണ് ഇതാണ് കാട്ടിലൊന്ന് നോക്കാം എന്താ സംഭവം. പക്ഷെ നല്ല രസമുണ്ട്. തണുത്ത കാറ്റ്. നൈസ്. ഇത് വലിയ ചൂടോടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസം. ഇതെന്തോ കിളികളെ ഉള്ളിലിട്ടേക്കുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു. അതിനകത്ത് കിളികൾ എന്തോ ഉള്ളിലിട്ടേക്കുന്ന സെറ്റപ്പാന്ന് തോന്നുന്നത്. ഇവിടെ കൂടുതൽ കിളികളെ ഉള്ളിലിട്ടോ? ഉള്ളിലിട്ട് ചെയ്യില്ല. ഇവരെന്തോ ഷെയ്ഖ് സുൽത്താൻ മെമ്പേഴ്സ് ഓഫ് സുപ്രീം കൗൺസിൽ ആൻഡ്രൂ സെൻറ്റർ വാസ് ഓപ്പൺ എന്തോ സമയത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താ പറ്റിയായിട്ട് പിന്നെ കണ്ടോ കിളികൾ ഇങ്ങനെ കുറേ വട്ടമിട്ട് വറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ പോയി കയറുന്നു. കിളിയാന്ന് തോന്നുന്നു. കിളി കാടില്ലേ, ചുമ്മാ കയറാവോ? അതിന് ഇതൊക്കെ വെച്ചാണ് ഗെയിൻ വെയിറ്റിംഗ് പോയിന്റ്. എൻജോയ് യുവർ വിസിറ്റ്. ഇതിങ്ങനെ നടന്ന് 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 നമ്മളിങ്ങനെ മയക്കുണ്ട്. ഞാൻ ഇതെല്ലാം ഇടും. അത് നടന്ന് പോയിട്ടുണ്ട്. നല്ല രസമുണ്ട്. വൈകുന്നേരമൊക്കെ ഒന്ന് വരാനും. പക്ഷേ 6:30 ക്ലോസ് ചെയ്യും കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് ഇന്ന് കാണാനൊക്കെ പറ്റും. വിൻ്റർ ടൈമിലാണെങ്കിൽ മീൻസ് കുറച്ച് തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും വരാനായിട്ട്. എൻ്റെ ഫോട്ടോ എടുക്കും. റിക്കവറി ഓഫ് കൂർക്ക് ഹൽബ. എങ്ങനെയാണ് ഇവർ റിക്കവർ ചെയ്തെടുത്തത്? 2012 നൗ. വാ ഓ ഇതിങ്ങനെ തിരി കേട്ടോ. 2012 ഇങ്ങനെയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇത്രയായി. ഇവിടെ 2012 ഇങ്ങനെയായിരുന്നു ഇരുന്നത്. 2012 ആയപ്പോഴത്തേനും ഇത്രയും ചെടികളൊക്കെ ആയി. ഇവിടെ ഞണ്ടോ കിളിയോ മീനോ ഫ്ലോട്ട് ഓഫ് ഫിഷ്. കുറേ മീനൊക്കെ. ഈ മീൻ കുഞ്ഞുങ്ങൾ എവിടെ പോവാണ്? ഇത് ഇങ്ങനെ കണ്ടൽക്കാടല്ലേ? ഇത് ഒറിജിനൽ കണ്ടലാ? തൊട്ടൊന്നും നോക്കല്ലേ. ഒറിജിനലാ? എടാ ഈ മീനാണോ കാലം മറ്റേ ഇടുന്നത്? നല്ല ഉണ്ട് കേട്ടോ മീൻ മാത്രം. എടാ ഈ മീൻ എന്താ തലയും കുത്തിയൊക്കെ നടക്കുന്നേ? ഇത് കണ്ടോ? ഇത് തലയും കുത്തി ഇങ്ങനെ 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 പോകുന്നു. ചില മീൻ അങ്ങനെ നടക്കും. പേടിയാവുന്നു കേട്ടോ. നമ്മൾ കണ്ടുപിടിച്ചു കിടക്കുന്ന ക്രാവ. എന്താണ് വായിച്ച്? അവനാണ് ഈ കിടക്കുന്ന നരന്ത സാധനം. അതെ, നമ്മുടെ നാട്ടിലെ പല്ലി. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കളറും കൂടെ വെച്ചിട്ട് 3 മുട്ട വരെ ഇടും. നോൺ സ്പീഷ്യസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 2 പേര് ഇവിടെ കിടപ്പുണ്ട്. ഇത് അടുത്തതല്ലേ? create their own safe haven. എടാ ഇതിന്റെ കടൽ ചേനയോ? കടൽ ചേന അല്ല, ചേന. മുള്ളും. ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ. ഇത് ജീവനുള്ള രണ്ടും. എല്ലാം ജീവനുണ്ട്. നോക്കൂ, ഇതുണ്ടോ? അത് അനങ്ങുന്നു. ഇതുണ്ടോ? ഇതെല്ലാം ജീവനുള്ളയാ. ഇതൊക്കെ മൂവ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇതെല്ലാം ഒറിജിനലാ. ഞാനടുത്ത് വരെ കടലിൽ നമ്മൾ കണ്ടേക്കുന്നത്. ഇതെവിടെ ഒരുത്തിന് ഒട്ടിയിരിക്കും. പോകുന്നുണ്ട്. വാവ്, ഇത് പിന്നെ അനങ്ങുന്നു. ഇങ്ങോട്ട് നോക്ക്. ഏട് അടിപൊളി. മാഷല്ലാ. വാവ്, എന്തോ സൈസ്. pearly goldfish. ചെന്താലേ കണ്ടിട്ട് കൊതിയാവുന്നു. വറുത്തന്നെ ഗ്രില്ലടിക്കാൻ. അതിനൊന്നും പറഞ്ഞൂടാ. നിന്നെ പോലുള്ള ബ്ലാക്ക് സ്പോട്ട് സ്നാപ്പർ, പഫർ ഫിഷ് ഉണ്ട്. ഇത് പഫർ. ഇതല്ലേ പഫർ? അല്ല, അതെ ഇത്. അതെ ഇതാണ് പഫർ ഫിഷ്. പഫർ ഫിഷാ? അതിനെന്ത് പഫർ ഫിഷ് എന്ന് വിളിക്കുന്നേ? അതിനോട് വലിയ ഉപകാരമൊന്നുമില്ല. കുറേ ഫിഷ് ഉണ്ട്. ഒരുപാട് വായിക്കാനുണ്ട് കേട്ടോ. അടുത്ത് അതെന്താ അവിടെ ഓരോരോ തലയോട്ടികളൊക്കെ. തലയോട്ടില്ല, മീൻ്റെ റെഡ് സ്നൈപ്പർ ഒക്കെ ഉണ്ടോ? റാബിറ്റ് ഫിഷ്, ബ്ലാക്ക് സ്പോട്ട് ബട്ടർഫ്ലൈ. ഇതല്ലേ മറ്റേ മീനാ? ഏത്? ഹമൂറോ? അയ്യോ, അവന് സുണ്ട് കണ്ടോ? അല്ല, ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന പോലെ.
നീല സൂട്ട് ഞാനിവിടെ അതുണ്ട്. എൻ്റെ ഉള്ളുവശം ഇങ്ങനെ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ഇറ്റ്സ് റിയലി നൈസ്. അടിപൊളിയാട്ടോ. ഇതെൻ്റെ ഔട്ട് സൈഡിൽ കുറച്ച് ഏരിയയിലുണ്ട് കേട്ടോ. ഫുഡ് ആമയും മാമ ആമയും ആമയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്നറിയോ? ബേബി ആമയും. കുക്കുംബർ. പറഞ്ഞോ കുക്കുംബർ കിടക്കുന്നുണ്ടോ? കുറേ ആമയുണ്ട് കേട്ടോ. കുറെ ബേബീസ് ഒക്കെ ഉണ്ട്. എങ്ങാനും കാല് തട്ടി അകത്ത് വീണ ആമയുടെ ശരിക്കുള്ള സ്വഭാവം. ആമ കടിച്ചാണ്ടല്ലോ. ആമ കടിച്ച വിടത്തില്ലല്ലേ? അത് വലിയ ആമയടി. അത് വലിയ ആമ, പക്ഷെ അത് കിട്ടുന്നില്ല. കരയാമയാണോ ഇത്? കരയാമയാണോ കടലയാമയാണോ? ഇതുങ്ങളെ തീറ്റ ഇതൊക്കെ കുറേ ഉണ്ട് വലുത്. ഗ്രീൻ സീ ടർട്ടിൽ. ഇതിന് ക്യാബേജിന്റെ ലീഫാണ് തോന്നുന്നു. ഗ്രീൻ സീ ടർട്ടിൽ. അതിന്റെ അങ്ങേ സൈഡിൽ അത് ക്ലോസ് ചെയ്തിട്ടൊക്കെ അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അല്ല, ഈ വീഡിയോയിൽ പറയുന്ന ആമകള് ഇപ്പൊ ഒരു 1000 മുട്ടയിലിടും. എന്നിട്ട് കുറെ ആമകള് ഇത് അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മുട്ട കൊള്ളൂല ഉണ്ടായിപ്പോ. എന്നിട്ട് അത് വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതുങ്ങള് മറ്റേ കരയിലല്ലേ പോയി മുട്ട ഇടുന്നേ. എന്നിട്ട് അത് തിരിച്ച് കടലിലേക്ക് എത്തുന്നത് ചിലപ്പോൾ 1000-ൽ 1-2 മാത്രമൊക്കെ സർവൈവ് ചെയ്യുള്ളൂ. വീഡിയോയുടെ കണ്ടാകുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ഗ്രീൻ ടർട്ടിൽ നല്ല രസമുണ്ട് കേട്ടോ. പുറം ഔട്ട്സൈഡ് കാണാൻ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല സുഖമല്ലേ? ഇല്ലെങ്കിൽ നമുക്കും സുഖം, ആമയ്ക്കും സുഖം. കിളികളൊക്കെ ഉണ്ട്. മൈനയുണ്ട്, കാക്കയുണ്ട്, പ്രാവുണ്ട്. ഇവിടെ എന്തൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ക്ലാസ് റൂം എഴുതിയേക്കുന്നത്. മേ ബി ക്ലാസ് റൂം കൊടുത്തേക്കണം. ഇവിടെ എഴുതി വെച്ചേക്കുന്നു ബോർഡിൽ. മേ ബി ചിലപ്പോൾ ഇങ്ങനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഗുരുകുല സമ്പ്രദായമാണ്. അവർ ചെറുക്കന്മാർ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിളികളെല്ലാം കൂടെ പറന്നു വരുമോ? പ്ലീസ് ഉണ്ട് പാത്ത്. ഞാനിവിടെ നിൽക്കണേ. ഈ മരം ഓയിസ്റ്ററിനോ? ഓയിസ്റ്ററിന് അവർ ഓയിസ്റ്റർ കോളനൈസ് ഹെൽപ്പ് ദം ക്ലീൻ കോൾകൾ ക്ലീൻ. ഒരു ഓയിസ്റ്ററിന് 100 ലിറ്റർ വെള്ളം ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ല മീൻ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? നീ കൊള്ളാണോ? കൊള്ളായിരിക്കും. വലിയ അറിയില്ല. നിറച്ച് കാക്ക കേട്ടോ. കാക്കയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എടാ അപ്പം ഇടാൻ ചാൻസ് ഉണ്ട് തലയിൽ. പിള്ളേർക്ക് മറ്റേ കളിക്കാനൊക്കെ ക്ലോസ് ആണ്. അല്ലല്ലോ, ഓപ്പണല്ലേ? നമ്മൾ പക്ഷിരാജന്റെ ബേർഡ് സെഞ്ചുറി തിരികെയാണ്. ഗസൽ ഫീഡിംഗ് സ്റ്റേഷൻ. മൈക്കോണെന്ന് നീ മറക്കരുത്. കിങ്ഫിഷർ ഏവറി. നീ നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ. പിക്നിക് ഏരിയ, ടർട്ടിൽ പൂൾ, പുൾ, ടോയ്ലറ്റ് എക്സിറ്റ്. സോറി, പുഷ് ആയിരുന്നു. എടാ എനിക്ക് പേടിയടാ. എടാ ഇത് കടിക്കുവോ? ഇത് കുത്തൂല. ഞാൻ ഇല്ല. നീ വാ. എനിക്ക് പേടിയടാ. കൊത്തില്ലെന്ന് താറാങ്കുഞ്ഞല്ലേ. ഡേഞ്ചർ, ഡു നോട്ട് എൻ്റർ എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. എടാ അകത്ത് എൻ്റർ ചെയ്യരുത്, നമുക്ക് നടന്നു പോവാം. എനിക്ക് പേടിയാ പൊന്നാ. എൻ്റെ കണ്ണാടി കണ്ണ്. എടാ ഞാൻ ഇവിടെ തൊട്ടടുത്ത് ആദ്യമായിട്ടോ കേട്ടോ ഇതുപോലെ കിളികൾ ഇങ്ങനെ തൊട്ടടുത്ത്. അല്ലെങ്കിൽ ഒരു ഗ്രില്ല് എന്തേലൊക്കെ കാണുമല്ലോ. ഇത് കുഞ്ഞു എന്നെ കൊത്തി. ലുക്ക്, ഇവിടെ തൊട്ടടുത്ത് ഒരു ചില്ലില്ല, ഒരു ഗ്രില്ലില്ല, ഒന്നും ഇല്ലാണ്ട് തൊട്ടടുത്ത്. അയ്യോ, നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഇല്ല, അതിൻ്റെ ഉള്ളിൽ കയറി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയപ്പോൾ തന്നെ മെഷീൻ ചത്ത്. എടാ ഇതിൻ്റെ കണ്ണ് കണ്ടോടാ. കണ്ണിൻ്റെ ഉള്ളിൽ അത് ഇക്കിളി. സീബേർഡാ? ഇത് സീബേർഡാന്ന് പറഞ്ഞു. ഞാൻ കോഴി ഫാം അല്ലാണ്ട് ആദ്യമായിട്ട് എത്ര അടുത്ത് പക്ഷിയെ കാണുന്നു. അതിനല്ലേ ഞാനും പറഞ്ഞത് എൻ്റെ അടുത്ത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രില്ലോ എന്തെങ്കിലുമൊക്കെ കാണൂലേ. ഇതാണോ കലമാന്? കലമാൻ എന്താണ്? മാന്. കിങ്ഫിഷർ ഐവറി മാംഗ്രൂവ് ട്രെയിൽ. ഏത്? അതെ, അത് മാൻ. 2 മാന്. അതെന്തിനാ പക്ഷി ഓടിക്കണേ? നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുറേ ഉണ്ടോ? അതെ, അപ്പുറത്തേക്കും ഉണ്ട്. ഹണ്ടിങ് ഹാബിറ്റാറ്റ് ലോസ് ഇല്ലീഗൽ. എന്താ അതിൻ്റെ പേര്? ഇതിൻ്റെ പേരാ ഇതാ സാധനം. ഏത്? അൽറീം. അൽറീം എന്നാണ് ഇതിൻ്റെ ലോക്കൽ പേര്. ഗസിൽ ആരുടെ ഓപ്ഷനാണ് ബർത്ത് കൊടുക്കുന്നതെന്ന്.
San Gesell can run up to 95 kilometers. Ishura. That's faster than the speed limit through a Kalba city. Kalba city നേക്കാളും സ്പീഡ് ലിമിറ്റ് ഉണ്ട് അവർക്ക്. 95 കിലോമീറ്റർ ഓടാൻ പറ്റും അവർക്ക്. The local name of the San Gesell is കുറേ ഉണ്ട്. കുറേ കാട്ടിക്കൂടെ നിറച്ചുണ്ട് കേട്ടോ. ഗസൽ ഫീഡിംഗ് സ്റ്റേഷൻ. 8x എവിടെ ഫീഡിങ് ചെയ്യാൻ പറ്റും? ഇത് അവർ ഫീഡ് ചെയ്യുന്ന സ്ഥലമല്ലേ? അതിൻ്റെ ഉള്ളിൽ വരണം. നമുക്കകത്ത് എവിടെ കളിക്കാൻ പറ്റുമോ? ഇല്ലായിരിക്കും. ദേ അവിടെ എടാ എൻ്റെ 8x വർക്ക് ആവുന്നുണ്ടോ? എവിടെ? ക്യാമറ ഓടി വരുന്നത് ബാബാ ഓടുന്നുണ്ട്. നമുക്കകത്ത് വരാൻ പറ്റും? ഇല്ല. ആക്ച്വലി നല്ല രസമുണ്ട് നടക്കാൻ, ഭയങ്കര പീസ്ഫുൾ ആയിട്ട്. അവിടെ വേറെ ഉണ്ട്. ഇത് നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഐ റിയലി ലൈക്ക്. കുറേ നാളായല്ലേ നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും പോയിട്ട് മീൻസ് ഇങ്ങനെ കുറച്ച് നടക്കാനും അങ്ങനത്തെ. അവിടെ എന്തുകൊണ്ട് കേട്ടോ, നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം. കാക്കകളെല്ലാം വൈകുന്നേരം ആയപ്പോഴത്തേനും കൂട്ടിക്കയറുന്നു. പിന്നെ ഇവിടെ പാലമുണ്ട്. ഇങ്ങോട്ട് കയറി വന്ന ബ്രിഡ്ജ് പോലത്തെ. എവിടുന്ന് എൻട്രൻസ്? കിങ്ഫിഷർ. ഇതാ കിങ്ഫിഷറിന്റെ ഗാലറി അല്ലേ? ഗാലറി അല്ല, ശ്രദ്ധിച്ചു പറഞ്ഞാൽ കിങ്ഫിഷർ അറ്റാക്ക് ചെയ്യും. നോ സ്മോക്കിംഗ്, നോ ഫോണോ? ഞാൻ കാണിച്ചില്ല. ഞാൻ ഇതല്ലേ നീല കളറാ, അതാട്ടോ കിങ്ഫിഷ്. ഞാൻ ഇത്രയും നാളും മറ്റേ ഇതിൻ്റെ കുപ്പിയിലല്ലാണ്ട് നേരിട്ട് കിങ്ഫിഷിനെ കണ്ടിട്ടില്ല. നീയോ? കുപ്പിയുടെ പടം അല്ലാണ്ട് വേറെ ഇത്രയും നാൾ നേരിട്ട് ഞാൻ കിങ്ഫിഷിനെ. സ്വാഭാവികം. അതിന് ആ ഷേപ്പും ഉണ്ട് കിങ്ഫിഷറിൻ്റെ. അവർ പറഞ്ഞേക്കുന്നത് ആ ഷേപ്പ് ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ ആദ്യം സ്പ്ലാഷ് ഉണ്ടാവാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. കിങ്ഫിഷർ ചിക്സ് നീഡ്സ് ടു ഈറ്റ് ഓൾമോസ്റ്റ് 40% ഓഫ് ഇറ്റ്സ് ബോഡി വെയിറ്റ് എവരി ഡേ. അയ്യോ, കിങ്ഫിഷറിന് അവരുടെ 40%, അവരുടെ ബോഡി വെയിറ്റിന് 40% ഫുഡ് ഡെയിലി കഴിക്കണം. നമ്മളതിനകത്ത് കണ്ടത് എങ്ങോട്ട് സൊമാലി മരുന്ന് മിക്കാനും കൂട്ടിലായിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കണ്ടൊരു കൂട്, ആ കൂട്ടിലായിരിക്കും. ജപ്പാനിലെ ചില ട്രൈ. ഇവിടെ ഈവനിങ് ഉണ്ടല്ലോ, സണ്ണും കൂടെ സൺസെറ്റും കൂടെ വന്നു കഴിയുമ്പം ഇതിലിങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര രസം. ഒരു രക്ഷയില്ല. കുറേ കാക്കകളും. ഒന്ന് അവിടെ നടന്നിങ്ങോട്ട് വന്നേ. അയ്യോ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. എന്താ സോ എലഗൻ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക്. പള്ളി കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന്. നമ്മൾ അങ്ങോട്ട് പോയില്ല. അവിടെ ഇതൊരു കിഡിലം ഫ്രെയിം കേട്ടോ, കിഡിലം ഫ്രെയിം. ഓ, രണ്ട് സൈഡിലും വെള്ളവും അതിന് നടുക്ക് പാലം ഉണ്ടല്ലോ, ഒരു അന്യായ സാധനം. അയ്യോ നോക്ക്, നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല അല്ലേ? ഞാൻ എത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. എടാ ഇതിനകത്ത് മീനൊക്കെ ഉണ്ടാ. ഫോണ് താഴെ പോലെ മീനുണ്ട്. സൈഡിൽ കടൽ. ഇത് മറ്റേ കടലിൽ മറ്റേ പാറയുടെ ഇടയ്ക്കൂടെ കാണുന്ന പുറ്റൊക്കെ ഇവിടെ അവിടെ ഉണ്ട് കേട്ടോ. എന്ത് ചെറിയ മറ്റേ ഇതുപോലെ അടിപൊളി ഫ്രെയിം. ഓ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതുങ്ങൾക്കെല്ലാം ഫുഡൊക്കെ കൊടുക്കാനും പിന്നെ അപ്പം തന്നെ നല്ല ഇരുട്ടാവൂലേ. നല്ല രസമുണ്ട് കേട്ടോ ഈ പാലം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Slime act like oil, helping the fish slip easily through the water. Oh, really? എന്ന് വെച്ചാൽ അതന്നെ. ചോദ്യങ്ങൾ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. നിന്റെ ടിക്കറ്റും കീറിക്കളയട്ടെ. അടിപൊളി സ്ഥലം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടൽക്കാടെന്ന് പറഞ്ഞപ്പോൾ നീ കണ്ടൽ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഓ അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്, റിയലി അമേസിങ്. ഇത് കൊള്ളാം, അടിപൊളി കേട്ടോ. ഇത് ചെളിയാ, നോക്കില്ലേ, ചെളിയല്ലേ. അങ്ങനെ സെറ്റപ്പ്. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, അത് ഇവിടെ വളർത്തിയെടുത്ത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, കൃത്രിമമാക്കി അവരത് മെയിൻറ്റെയിൻ ചെയ്യണോ.
Tree that helps to breathe in wet soil. Oh, ഇത് spiky roots. അത് അതേ breathe ചെയ്യും. കക്കയൊക്കെ കിടക്കുന്നു ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. മീൻ, കക്ക, ഇത് ഞണ്ട് പോകണം. ഉം, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട്. എന്തൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ കാശ്. നല്ല രസമുണ്ട്. എന്തോരം മരങ്ങളാ. ഇത് ബ്രീത്ത് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇഷ്ടം. ഇവിടെ കാക്കയുടെ ഉള്ളിൽ മറ്റേ ഞണ്ട് പോലത്തെ മറ്റേ നമ്മൾ കടൽ തീരത്ത് കണ്ടില്ല ആ സാധനം. ചെറിയ കാക്കയൊക്കെ ഞണ്ടല്ലേ. കരയുന്നു. നോക്കി തോട്ടം കക്ക കിടക്കുന്നുണ്ട്. കാക്ക ഈ മേളിലേക്ക് ഇങ്ങനെ വേര് നിൽക്കുന്നുണ്ടോ, അതൊരു ബ്രീത്ത് ചെയ്യുന്നു. ഓക്കെ. കണ്ടിൽ ചെറിയ സംഭവമല്ല, എന്തോ വലിയ സംഭവം. അതിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നോ യെസ് അല്ലേ? കണ്ടൽക്കാട് വെട്ടി നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലിപ്പോൾ നിയമമൊക്കെ This forest is over to നല്ല change. രസമുണ്ട്. ഭയങ്കര 300 വർഷം അടിപൊളി പഴക്കമുണ്ട്. സ്ഥലം. ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇഫ് യു ആർ ഇൻ UAE യു നീഡ് ടു മസ്റ്റ് കം ഹിയർ. നല്ല റിലാക്സ് ആയിട്ട് നല്ല ചൂടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വന്ന് കാണാൻ പറ്റിയ സ്ഥലം അല്ലേ? നമ്മളെന്തോ ഇത്ര വൈകിപ്പോയി ഇവിടെ വരാനായിട്ട്. അവിടെ എന്തുവാ, അവിടെ എന്തോ ഉണ്ട്. ഇവിടെ നമുക്ക് ബേർഡ്സിനെ വാച്ച് ചെയ്യാം. ഇനി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടി. നീ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിനക്കോ? എനിക്കും. ഒരാങ്ങോട്ടോട്ട് കളിക്കാൻ പോയാൽ മതി. അത് എവിടെയാ? റാസൽഖൈമയല്ലേ? ഒറാങ്കൂട്ടാൻ്റെ ഒറാങ്കൂട്ടാൻ്റെ കൂട്ടത്തിൽ. പക്ഷെ ഇവിടെ നല്ല രസം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് റിയലി 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 നൈസ്. ഈ വീട് ഇങ്ങനെ വേലി വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് വിഷ്വലി ഭയങ്കര രസമല്ലേ? വിഷ്വലി തടിയുടെ ഇത് കൊടുത്തിട്ട് ഫുള്ള് ചുറ്റും ഗ്രീൻ കളർ ഇതോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ഈ ഐ മീൻ അലുമിനിയമോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയോ തോന്നൂലായിരുന്നു. പക്ഷെ ഇത് തടി വെച്ച് തന്നെ ഫുള്ള് കെട്ടി ഉണ്ടാക്കിയുണ്ട്. നല്ല രസം. അവളങ്ങനെ വയ്യ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. ആക്ച്വലി ഇറ്റ്സ് റിയലി റിയലി നൈസ്. കാക്കയുണ്ട്. എൻ്റെ ഒരു കാക്കയുടെ ഫോട്ടോ. അതെ ഈ കാക്കകൾ കുറേ ഉണ്ടല്ലേ? ഇതിൻ്റെ പുറകിൽ പൊടിയിരിക്കുന്നു. ഡ്രസ്സിൻ്റെ തുറിവൊക്കെ കാണിക്കുന്നു. അതൊക്കെ ഇതിൽ ബാൻഡാ. വെള്ളം കയറി കിടക്കുന്നു. നിനക്ക് അവിടുന്ന് പള്ളിയുടെ നന്നായിട്ട് കാണാം. ഇവിടുന്ന് അവിടെ പള്ളിയുണ്ടോ? യെസ്. അവിടെ UAE ഫ്ലാഗ്. ഇവിടെ പള്ളി. പിന്നെ അത് ഫുള്ള് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട മറ്റേ കോളേജും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ലുക്ക് സൂര്യൻ. മറ്റേ എന്ത് സൂര്യനത്? മറ്റേ ഇതോ അല്ലടാ, സിനിമയിൽ എന്തോ പറയല്ലോ ഉദയസൂര്യൻ. അത് ഉദിക്കുന്നതാണോ? ഇത് അസ്തമയമല്ലേ? അസ്തമയ സൂര്യൻ. എടാ മറ്റേ ക്രിക്കറ്റിൽ ഫുട്ബോളിൽ പറയൂലേ മറ്റേ പുള്ളി അസ്തമയ സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു. അസ്തമയ സൂര്യൻ പോണു. സൂര്യാസ്തമയം കഴിഞ്ഞു. സൺസെറ്റ് പോണു. കലാകാരൻ തന്നെ. ആ പാലം നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ. അത് പാലത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ പോകുന്നതും. ഇനി ഇവിടെയും കൂടെ അല്ലേ ഉള്ളൂ തീരാനായിട്ട്? ഇവിടെ അതും ഉണ്ട്. ഇവിടുന്ന് സൂര്യനെ കാണുമ്പോൾ എന്ത് രസം എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രെയിം ഇടാ. ഇവിടെ എവിടെ വെച്ചാലും ഫ്രെയിം അടിപൊളി. അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറ്റേൺ. ഷിംസിന്റെ ഹേർട്ട് ഹെഡിലാണ്, ഹൃദയം തലയിലാണ്. നിന്റെ ബ്രെയിൻ വയറ്റിലാകുമ്പോൾ പോലെ. എന്തെങ്കിലും പറയാനുണ്ട്? ക്യാമറ ഓഫ് ചെയ്യ്. നീ ഇവിടെ നോക്കിയേ. ഇവിടെ നോക്ക്. നല്ല രസമല്ലേ? ഭയങ്കര രസം അല്ലേ? ഫോട്ടോ എടുത്തുതരാം. നമ്മളങ്ങനെ ഇവിടുത്തെ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കണ്ടൽ കാടുകൾ സംരക്ഷിക്കുക. അങ്ങനെയല്ല, രസമുണ്ട്. അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ. വെരി പീസ്ഫുൾ. ആൾക്കാർ കുറവുണ്ടെങ്കിൽ ഭയങ്കര രസം. ഇന്നിപ്പം വളരെ ആൾക്കാർ കുറവല്ലേ? വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇന്നിപ്പം വളരെ ആൾക്കാർ കുറവാണ് രസം. ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാൽ ബോറായിരിക്കും. പക്ഷെ ഭയങ്കര പീസ്ഫുൾ ഇൻ ദ മിഡിൽ ഓഫ് ദ സിറ്റി അല്ലേ? കുറേ അറിവുകളും കിട്ടും താനും. പക്ഷെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നടക്കാനും അങ്ങനെയൊക്കെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അപ്പം നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക.
കാണുക, ഇതിനെപ്പറ്റി പഠിക്കാൻ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ കാണാനും കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തിരിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ. ബൈ ബൈ.